അങ്ങനെ ഇന്ന് ശനിയാഴ്ച ആദ്യത്തെ പാരൻസ് മീറ്റിംഗ്. ഇവിടെ നമ്മൾ അതിനെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്നെല്ലാം പേരിട്ടിട്ട് വിളിക്കും. അങ്ങനെയാണ് പറയൽ ആദ്യത്തെ PTM-ന്. അങ്ങനെ അതിനില്ല ഒരുക്കത്തിലാണിത്. അങ്ങനെ പുതിയ മാലയെല്ലാം ഇട്ടു, പുതിയ സാരിയാണിത്. ഇത് ഞാൻ തിരുവനന്തപുരം പോയപ്പോൾ മേടിച്ചാണ്, അടുത്ത ഹാൻഡ്ലൂം വില്ലേജിൽ നിന്ന്, ബാലരാമപുരത്തു നിന്ന്. അങ്ങനെയെല്ലാം ഒരുങ്ങി ചമയുന്ന തിരക്കിലാണിത്. അങ്ങനെ മുടിയെല്ലാം കെട്ടി സെറ്റാക്കി ഒന്ന് കണ്ണാടിയെല്ലാം നോക്കി റെഡിയായി വള തപ്പുന്ന തിരക്കിൽ. വളയാണെങ്കിൽ മെറൂൺ വളയെല്ലാം എൻ്റെ പൊട്ടിപ്പോയി. അങ്ങനെ കിട്ടിയതിൽ ഒറ്റൊരു മെറൂണും ഉണ്ടായ ഏതോ ഒരു പച്ച കളർ വളയും ഇട്ട് ഒരു വാച്ചും കെട്ടി സെറ്റാവുന്ന തിരക്കിലാണിത്. അങ്ങനെ റെഡിയായിട്ട് ഒന്ന് സ്പ്രേ എല്ലാം അടിച്ച് സെറ്റായി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് ബസ്സില്ല, ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂട്ടി പോകണം. അപ്പോൾ കീ എടുത്ത് റെഡിയായിട്ട് ഇറങ്ങുമ്പോൾ താഴെ കയറുമ്പോൾ പറഞ്ഞു ഞാനും വരാം താഴേക്ക്. അപ്പോൾ ഞാൻ വെച്ചു ശരി, വെറുതെ കമ്പനിക്ക് ആളായല്ലോ. അങ്ങനെ ഞാനും മിസ്റ്റർ താടി കയറണം, ലിഫ്റ്റിൽ കയറി താഴെ പോകുന്നതാണ് ഇത്. അങ്ങനെ താഴെ എത്തി നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എനിക്കൊരു ഫോട്ടോ എടുത്തരാമെന്ന്. സാരി എടുത്തല്ലേ, ഞാനും വിചാരിച്ചു. ഞാൻ വേഗം ഫോട്ടോ എടുക്കാൻ പോയി. അങ്ങനെ എടുത്ത ഫോട്ടോ ഇത്. അപ്പോൾ സെൽഫി നിർബന്ധം. അങ്ങനെ ഒരു സെൽഫി എടുത്ത് നേരെ സ്കൂട്ടി കയറാൻ പോയി. സ്കൂട്ടി പുറപ്പിച്ച് വെക്കണം, ഇല്ലെങ്കിൽ പറ്റും പൊടിയാവും. ഇവിടെ നല്ല പൊടിയാണ്. അങ്ങനെ സ്കൂട്ടിയുടെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഹെൽമെറ്റെല്ലാം ഇട്ട് റെഡിയായി. ഭാഗ്യത്തിന് പെട്രോളും എല്ലാം ഉണ്ടായിനേലേ. അങ്ങനെ സ്കൂട്ടി എടുത്ത് സ്കൂളിലേക്ക് ഇടുന്നൊരു 15-20 മിനിറ്റ് എടുക്കും പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ താടിക്കാരനോട് ബാഗെല്ലാം പറഞ്ഞിട്ട് നേരെ പോയി. ഇന്ന് ട്രാഫിക്കെല്ലാം കുറവായതുകൊണ്ട് വേഗം എത്തി. അങ്ങനെ ഐഡിയെല്ലാം ഇട്ട് നേരെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് സ്കൂളിലേക്ക് അങ്ങനെ എത്തി. ഉള്ളിലെത്തി, ക്ലാസ്സിലെത്തി, എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് പണിയൊന്നും ഉണ്ടായിട്ട്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് 4:45 സ്കൂളിൽ. അപ്പോഴത്തേക്ക് നല്ല മഴ, പുറത്ത് സ്കൂട്ടിയിൽ വരാൻ പറ്റില്ല. അതും അവിടെ വെച്ചിട്ട് നേരെ ഊബർ വിളിച്ച് വരുത്താണ് ഇത്. അങ്ങനെ ഊബറും വിളിച്ച് എത്തുമ്പോഴത്തേക്ക് നമ്മൾ താടിക്കാരൻ ജിമ്മെല്ലാം കഴിഞ്ഞ് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ആയിട്ടിരുന്ന നമ്മൾ രണ്ടാളും മഴയെല്ലാം കണ്ടിട്ട് ഇങ്ങനെ കുറേ PTM-ൻ്റെ വിശേഷമെല്ലാം ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ ഓനതെല്ലാം കേട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരാളെ കമൻസും അതും ഇതെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ റൂമിൽ വന്ന് മുടിയെല്ലാം വാരിക്കെട്ടി കഴിഞ്ഞു.